Meet the editors. UDF അൻവറിന് വാതിൽ തുറക്കുമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, എന്തെല്ലാം ശ്രമങ്ങൾ, എന്തെല്ലാം പരീക്ഷണങ്ങൾ, ഒടുവിൽ TMCയിലെത്തി. ഇന്നിതാ അൻവർ മുൻ MLA ആയി മാറിയിരിക്കുന്നു. നിരുപാധികം മാപ്പ്, നിരുപാധികം കീഴടങ്ങുന്നു UDFിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം. പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടി വഴി എത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതിനിടയ്ക്ക് VS ആര്യാടൻ, ഷൗക്കത്ത് തുടങ്ങിയ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു. UDF വാതിൽ തുറക്കുമോ? PV അൻവറിന്, തൃണമൂൽ കോൺഗ്രസിലെ സംസ്ഥാന കൺവീനറായ PV അൻവറിന്. PV അൻവറിന് UDF വാതിൽ തുറക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അഥവാ വാതിൽ തുറക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അയോഗ്യത വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട് രാജിവെക്കുന്നു. ഒപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരുപാധിക പിന്തുണ UDFിന് പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടാണല്ലോ അദ്ദേഹം അവസാനം കൊമ്പ് കോർത്തിരുന്നത്. ഒരു പക്ഷേ UDFിലേക്കുള്ള അൻവറിൻ്റെ പ്രവേശനത്തിന് തടയിടാൻ സാധ്യതയുള്ള ഒരാളായി നമ്മൾ കണ്ടത് VD സതീശനായിരുന്നു. VD സതീശനോട് താൻ VD സതീശനെതിരായിട്ട് ഉയർത്തിയ ആരോപണങ്ങൾ അത് അദ്ദേഹം P ശശിയുടെ തലയിൽ കെട്ടിവെച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് VD സതീശൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് UDF ഒരു പക്ഷേ അൻവറിനെ സ്വീകരിച്ചേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്? അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറയാനിരിക്കുന്ന രാഷ്ട്രീയവും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങും ചാമ്പ്യൻ ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പോൾ അൻവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് CPM വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പും 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും CPMന് ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ആ വിഭാഗത്തിൽ തീവ്രവാദ വിഭാഗങ്ങൾ ശക്തിപ്പെടുന്നുവെന്നും ഒരർത്ഥത്തിൽ ആ വിഭാഗങ്ങളുടെ, ആ തീവ്രവാദി വിഭാഗങ്ങളുടെ സ്വാധീനത്തിലാണ് ലീഗ് പോലും എന്നും വളരെ പരസ്യമായി തന്നെ അതിൻ്റെ നേതാക്കൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയെന്നും ആ നേതാക്കൾ പറയുന്നു. ഇപ്പോൾ വിജയരാഘവൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന, വയനാട്ടിൽ നിന്ന് തീവ്രവാദികളുടെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് എന്നടക്കമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു പത്രത്തിന് പിണറായി വിജയൻ നൽകിയിട്ടുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ വളരെ നാളുകളായിട്ട് PV അൻവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായി മാറിയിരിക്കുന്നു. അഥവാ CPMന് അതിൻ്റെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് CPM മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തങ്ങളുടെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും ഇപ്പോൾ അവർ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് എതിരാണ് എന്നുമുള്ള ഒരു രാഷ്ട്രീയ ആശയത്തെ മുസ്ലിം സമുദായത്തിനകത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രചരിപ്പിക്കുന്നതിൽ അൻവർ ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF 2026 മുസ്ലിം വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താൻ നന്നായി പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. 2016 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു വലിയ വിജയം നേടാനും കഴിഞ്ഞത്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ചേരിമാറ്റത്തെ പരിഹരിക്കാതെ UDFന് 2026 അധികാരത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താനാണ് UDF ശ്രമിക്കുന്നത് എങ്കിൽ ആ ശ്രമത്തിന് മുന്നേ സഞ്ചരിക്കുന്നയാളാണ് ഇപ്പോൾ PV അൻവർ. മലബാറിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ള പ്രചാരണം ശക്തിപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ UDFൻ്റെ 2026 രാഷ്ട്രീയ തന്ത്രത്തെ 2025 തന്നെ ചാമ്പ്യൻ ചെയ്യുന്ന ഒരാളായിട്ട് PV അൻവർ മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം പിണറായിസം എന്നുള്ള വാക്കാണ്. പിണറായിസം എന്നുള്ള വാക്കിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പിണറായിസം എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, പിണറായി ഒരു ഏകാധിപതിയായി പാർട്ടിയിൽ മാറിയിരിക്കുന്നു. പാർട്ടിയിൽ മാത്രമല്ല, സർക്കാരിലും മാറിയിരിക്കുന്നു. ഒരു മന്ത്രി പോലും ഫയൽ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പിണറായിയാണ്. പിണറായിക്ക് താല്പര്യമുള്ളവർ മാത്രം നേതൃത്വത്തിൽ വരികയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായിയാണ് നേരിടേണ്ടത്. UDFനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുമായിട്ടാണ് ആ ഫൈറ്റ് വരുന്നത്. ആ ഫൈറ്റിൽ UDFിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിണറായിയുടെ ആശയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കും, CPMനെതിരായിട്ട് സംസാരിക്കും. പക്ഷേ പിണറായിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് UDFൻ്റെ നേതാക്കൾ ആരും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു രീതി രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ PV അൻവറിന് അത് ഉന്നയിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിണറായിക്കെതിരായിട്ട്, പിണറായിസത്തിനെതിരായിട്ട്, പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടാകണമല്ലോ.
ഉണ്ടാകുമല്ലോ. ആ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയും UDF-ലേക്കുള്ള പിന്നെ അൻവറിൻ്റെ ഒരു വരവിനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുറച്ച് നാളുകളായിട്ട് PV അൻവർ പറയുന്നുണ്ട് ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നടത്തേണ്ടി വരുന്ന രണ്ടാമത്തെ മേഖല. അതാണ് മുസ്ലിങ്ങളെ കൊണ്ടുവരണം, ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെയും കൂട്ടത്തിൽ നിർത്താതെ 2026 UDF-ന് അധികാരം പിടിക്കാൻ കേരളത്തിൽ കഴിയില്ല. ആ സമുദായത്തെ എങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്നലെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ റീജിയണൽ കമ്മിറ്റി കൂടിയില്ലേ? ആ റീജിയണൽ കമ്മിറ്റി കൂടിയപ്പോൾ എന്താണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് കൂടിയ ആ സമ്മേളനത്തിനകത്ത് കോഴിക്കോട് രൂപതയുടെ ബിഷപ്പായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ പിതാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ വനനിയമ ബില്ലുമായി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമദൂരം പാലിക്കാൻ കഴിയില്ല, ആ നിലപാട് മാറ്റേണ്ടി വരും എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണല്ലോ മുതലപ്പൊഴി പ്രശ്നം, മുനമ്പം പ്രശ്നം, ഇതടക്കമുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഈ പറയുന്ന ദളിത് ക്രൈസ്തവരെ തമിഴ്നാട്ടിലെ സർക്കാർ ചെയ്തതുപോലെ റിസർവേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തണമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ലത്തീൻ സഭ ഇപ്പോൾ ഈ സർക്കാരിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുതലപ്പൊഴിയിലെ മരണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ, മുനമ്പത്തെ റവന്യൂ അവകാശത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വനനിയമത്തിൻ്റെ പ്രശ്നം, ഇക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറയുന്ന ലത്തീൻ സഭ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു: ഇനി സമദൂരം എന്ന് പറയുന്ന ഒരു പരിപാടി വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം സഭകൾ തിരിയുകയാണ് ആ അർത്ഥത്തിൽ. ഇനിയിപ്പോൾ ക്ലിമിസ് ബാവയുടെ പിന്നെ ലീഗ് തങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ബിഷപ്പാണെങ്കിലും മാനന്തവാടി ബിഷപ്പാണെങ്കിലും തലശ്ശേരി ബിഷപ്പാണെങ്കിലും ഒക്കെ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന് നമുക്കൊക്കെ ബൈറ്റ് തന്നിട്ടുള്ള ആളുകളാണ്. അവർ വലിയ പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനനിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന മലയോര മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രതിഷേധം എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമായിരിക്കത്തില്ല. അവിടെ അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷം മേഖലയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ അൻവർ പറയുന്നൊരു കണക്കുണ്ട്, മലബാറിൽ മാത്രം 70 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ കൂടെ കൂട്ടത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നു അൻവർ എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എന്താണ് UDF 2026 നടത്താൻ പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, അവർ പറയാൻ പോകുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന ഒരാളായിട്ട്, മുന്നേ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് അൻവർ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിനെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF വരും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ന് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുന്നു. ഞാനത് വളരെ ഗൗരവത്തോടെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടി എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാധ്യതയെ വെട്ടിക്കൊണ്ടാണ് അൻവർ VS ജോയിയുടെ പേര് അവതരിപ്പിക്കുന്നുണ്ട്. അതത്ര ഗൗരവതരമായിട്ടാണോ അൻവർ അവതരിപ്പിച്ചതെന്ന കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്താണല്ലോ അവിടെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് UDF-ൻ്റെത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിന് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് പകരം VS ജോയിയുടെ പേര് വയ്ക്കുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്തുമെന്നും വിചാരിക്കുന്നില്ല. പക്ഷേ UDF-ലേക്ക് അൻവർ വരികയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ അൻവർ രാജിവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് 1.5 വർഷം കൂടി ഉണ്ടല്ലോ ഈ നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. 6 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ ഞാൻ വിചാരിക്കുന്നത് PV അൻവർ തന്നെയായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പലതരത്തിലുള്ള ഈ പറയുന്ന അന്തപ്പുര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ചില പിന്നെ ചർച്ചകൾ ഇടതുപക്ഷവുമായി നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നേരെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അവിടെ അവർക്ക് ബെറ്റ് ചെയ്യാമല്ലോ. അവർക്ക് അവിടെ നഷ്ടപ്പെടാനില്ലല്ലോ. അത് അവരുടെ നിലനിൽക്കുന്ന സീറ്റൊന്നുമല്ല, അത് എക്സിസ്റ്റിംഗ് സീറ്റല്ല. അപ്പോൾ അവർക്ക് അവിടെ ബെറ്റ് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞാലിയുടെ മരണത്തിൻ്റെ പ്രതിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കുഞ്ഞാലിയുടെ മരണത്തിൻ്റെ പ്രതിയായ ആര്യാടൻ മുഹമ്മദിനെ LDF മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. LDF-ലേക്ക് മാറിയ സമയത്ത് നിലമ്പൂർ മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. അന്ന് അവിടെ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ പിന്നെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ട് പോകുന്നതിനകത്തൊരു തടസ്സമില്ല. പാലക്കാട് നമ്മൾ കണ്ടല്ലേ, രാത്രിക്ക് രാത്രി പീസരൻ അപ്പുറത്തോട്ട് മാറുന്നു. ഇതൊക്കെ സാധ്യതകളാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക, സാധ്യതകളുടെ കല എന്ന് പറയുന്നത് പോലെ ഒട്ടേറെ മാറ്റങ്ങൾക്കൊക്കെ ഇനി വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കും. ഞാൻ പറയുന്നത് UDF-ൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ മുദ്രാവാക്യവും അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗും ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്നിരിക്കും. അക്കാര്യത്തിൽ ഒരു റോൾ വഹിക്കാൻ അയാൾ എടുക്കുന്ന മുൻകൈയും ഒരു പക്ഷേ UDF-നെ PV അൻവറിനെ ഉൾക്കൊള്ളാനുള്ള സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന PV അൻവർ ഭാവിയിൽ, അതായത് തൊട്ടടുത്ത മാസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ UDF-ൻ്റെ പിന്തുണയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാഹചര്യത്തെ ഞാൻ കാണുന്നു. ഈ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം, രാജ്യസഭാ അംഗത്വം എന്നൊന്നും പറയുന്നതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി UDF വാതിൽ തുറക്കും എന്ന് തന്നെയാണ്. അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിലെ അൻവർ, വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനർ. അതെ, ശരി. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ
UDF നേരത്തെ തുറക്കാൻ വെച്ചിരുന്ന വാതിലൊന്ന് തുറന്നു വെച്ചിട്ട് ഇപ്പോൾ അടയ്ക്കണോ തുറക്കണോ എന്ന അവസ്ഥയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രതികരണം കൊണ്ട് അതാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആര്യാടൻ ഷൗക്കത്തും VS ജോയും നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി മത്സരത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിലൂടെ PV അൻവർ ചെയ്തിരിക്കുന്നത്. PV അൻവർ CPM-മായി തെറ്റിക്കഴിഞ്ഞ ശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ, അതൊക്കെ തന്നെയും കേരളം വളരെ ഗൗരവത്തിൽ തന്നെ കേട്ടതാണ്. അതിൽ പല കാര്യങ്ങളും അങ്ങനെയാണോ എന്നൊരു സംശയം ഉയർത്തിയ കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും വിജിലൻസ് അന്വേഷണത്തിലേക്കും പോയല്ലോ. അപ്പോൾ അത് വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട്, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തിരിച്ച് അയച്ചിരിക്കുന്നു വിജിലൻസ് ഡയറക്ടർ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ എന്തോ ഒരു ഗൗരവത്തിലുള്ള കാര്യമുണ്ട് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എല്ലാത്തിനും P. ശശി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം, അദ്ദേഹം പല കാര്യങ്ങളും പറയാനിരുന്ന ഘട്ടത്തിൽ അത് പറയണം, അൻവർ പറയണം എന്ന് അൻവറിനെ കൊണ്ട് പറയിപ്പിച്ച CPM-ലെ പ്രധാനപ്പെട്ട ചില നേതാക്കളുണ്ട്. ആ നേതാക്കൾ പിന്നീട് നിശബ്ദരാവുകയും അൻവറിനെ അങ്ങ് തള്ളിയിട്ട് അവർ മിണ്ടാതെ പോവുകയും ചെയ്തു. അപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ ഇന്നത്തെ ചർച്ചയിലും ഞാനത് ചോദിച്ചു. അപ്പോൾ അവരത് അവരുടെ നിസ്സഹായത കൊണ്ടാണ് പറയാത്തത്, കൊണ്ട് ആ പേരുകൾ വിളിച്ചു പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ CPM നേതാക്കളിൽ സ്വാധീനം ചെലുത്തിയത് MLA-മാരടക്കം വരുമെന്ന് പറഞ്ഞെടുത്ത് ആരും വന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറം അണികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ? അങ്ങനെയൊരു സ്വാധീനം ചേലക്കരയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ CPM-ൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് CPM അണികൾക്കിടയിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല. ഇനി UDF-ലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തും VS ജോയും തമ്മിൽ ഈ സ്ഥാനാർത്ഥിത്വ മത്സരത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ UDF-നകത്ത് നിലമ്പൂരിൽ ആ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിലുള്ള വൈരം എന്നുള്ളത് വർഷങ്ങളായുള്ള വൈരമാണ്. അവിടെ ആര്യാടൻ മുഹമ്മദ് അടക്കി വാണിരുന്ന മണ്ഡലമാണ്. 29 വർഷത്തോളം അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൽ പിന്നീട് മത്സരിക്കും. ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് വരുന്ന സമയത്ത് ആ മത്സരത്തിൽ PV അൻവർ ജയിക്കുന്നു. അതിൽ നല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. ഇടത് സ്വതന്ത്രനായി വരുന്നു. രണ്ടാമത്തെ മത്സരം 2021 ആകുമ്പോഴേക്കും ആ ഭൂരിപക്ഷമില്ല. യഥാർത്ഥത്തിൽ CPM-ന് നല്ല വേരുള്ള സ്ഥലം, അല്ലെങ്കിൽ CPM-ന് നല്ല അടിത്തറയുള്ള സ്ഥലമാണ് നിലമ്പൂർ. അവിടെ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ് എന്ന് CPM എപ്പോഴും പറയും. മലപ്പുറത്ത് ഏറ്റവും വേരുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂർ. അപ്പോൾ ആ വോട്ടും പ്ലസ് ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും കൂടി ചേർന്നിട്ടാണ് അൻവറിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചിരുന്നത്. അപ്പോൾ അതിൽ ആ ഇടത് വോട്ട് എന്നുള്ളത് മാറിക്കഴിയുമ്പോൾ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ PV അൻവറിനെതിരെ കക്കാടം പൊയിലടക്കം PV അൻവറിന് എതിരെയുള്ള മനാഫ് കൊലപാതകത്തിൽ അദ്ദേഹം പ്രതിയായല്ലോ, അത് അടക്കം പുറത്തേക്ക് ഇട്ടുകൊടുത്ത് അതിൽ അദ്ദേഹത്തിനെതിരെ കേസുകളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് പങ്കുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായൊരു രാഷ്ട്രീയ എതിരാളിയായി കണ്ട് PV അൻവറിനെ കേസുകളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു റോളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്കിടയിൽ അത്രയും ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം കഥ എഴുതട്ടെ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കല്യാണങ്ങളിൽ ഒന്നും കാണില്ല, ബാപ്പുട്ടി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. ബാപ്പുട്ടിയെ കല്യാണങ്ങൾക്ക് പോലും കാണാത്ത ബാപ്പുട്ടിയെക്കുറിച്ചാണ് ഇന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അപ്രസക്തനാണ്, രാഷ്ട്രീയത്തിൽ യോഗ്യനല്ല എന്ന് ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ പരസ്യമായിട്ട് VD സതീശനോട് മാപ്പ് ചോദിച്ചല്ലോ. അതേ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം അത് ഖേദപ്രകടനം ഈ രൂപത്തിൽ വാർത്താ സമ്മേളനത്തിലല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് PV അൻവർ. അന്ന് തന്നെ VD സതീശൻ അത് വിട്ടു എന്ന് പറയുകയും ചെയ്തതാണ്. പിന്നീട് PV അൻവറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുമ്പോൾ അതിൽ VD സതീശനായാലും K. സുധാകരനായാലും വലിയ കുഴപ്പമില്ല, വന്നോട്ടെ എന്നുള്ള ആലോചനകൾ തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും അതിശക്തമായി എതിർത്തത് നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്താണ്. ആ എതിർപ്പാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വോട്ട് 40% ക്രിസ്ത്യൻ വിഭാഗമുള്ള സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ PV അൻവറിനുണ്ട് എന്ന് പറയുമ്പോൾ UDF-ന് ഇപ്പോൾ ഇതിനകം തന്നെ ആ പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം ആ ഉന്നയിക്കുന്ന വന നിയമ ഭേദഗതി വിഷയത്തിൽ ആ പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഭാ നേതൃത്വങ്ങളുമായി ലീഗ് നടത്തിയ ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ. കോൺഗ്രസും അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കൂ, ആ വിഷയത്തിൽ തന്നെ 27-ാം തീയതി മുതൽ UDF പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്.
അപ്പോൾ അത് PV അൻവർ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് വേണ്ട ആ വിഷയം അവർക്ക് UDF ഏറ്റെടുക്കാൻ. അത് ഓൾറെഡി നിലനിൽക്കുന്ന വിഷയമാണ്. അത് യു ഡി എഫിനെ സഭാ നേതൃത്വത്തെ UDF വിശ്വാസത്തെടുത്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അവർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ PV അൻവർ കൂടി വരികയാണ്, നല്ല കാര്യം. നിൽക്കട്ടെ, PV അൻവറിന്റെ പിന്തുണയാണെങ്കിൽ നിൽക്കട്ടെ, പിന്തുണ വന്നോട്ടെ. അതല്ലാതെ PV അൻവർ വന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനി VS ജോയ് എന്ന നേതാവ് അവിടെ മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റാണല്ലോ, അദ്ദേഹം അവിടെ നന്നായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്ന രൂപത്തിൽ തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഈ ആര്യടൻ ഷൗക്കത്തോ VS ജോയോ എന്ന ഒരു ചർച്ച നടക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ടും ഈ 40% ക്രിസ്ത്യൻ ഭൂരിപക്ഷമുണ്ട്, അവരുടെ വിഷയങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടും സ്വാഭാവികമായും അവിടെ കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത വരുന്ന തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ വരികയാണെങ്കിൽ അത് VS ജോയ്ക്കിനെയാണ് സാധ്യത, ആര്യടൻ ഷൗക്കത്തിനായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് പോയി കളയും എന്നുള്ള സൂചനകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആര്യടൻ ഷൗക്കത്ത് നൽകുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിമത പ്രവർത്തനം നടത്തിയിരുന്നല്ലോ. അദ്ദേഹം ഒരു CAA വിരുദ്ധ റാലിയൊക്കെ നടത്തി. അത് പാർട്ടി അറിയാതെ നടത്തിയതാണ്. അതിലൊക്കെ തന്നെയും പാർട്ടി പാർട്ടി അതിനകത്ത് വിശദീകരണം ചോദിക്കുകയും അദ്ദേഹം അത് പറ്റിപ്പോയി എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ടെന്നേ. അത് VV പ്രകാശും ഉണ്ടായിരുന്ന ഘട്ടത്തിലും പ്രകാശിനെതിരെയും ആര്യടൻ ഷൗക്കത്ത് അവർക്കിടയിലും അന്നും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആര്യടൻ ഷൗക്കത്ത് സ്ഥിരമായി അവിടെ ഒരു പ്രശ്നം ആ കാര്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി സാധ്യതകളാണല്ലോ ഇനി അങ്ങോട്ട്. ഇവിടെ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം LDFിലേക്ക് പോവുക, അല്ലെങ്കിൽ CPM അദ്ദേഹത്തെ പിന്തുണയ്ക്കാം, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് തീരുമാനിക്കുന്നതിലേക്കൊക്കെ പോകുമോ? അങ്ങനെയെങ്കിൽ എന്നാൽ PV അൻവർ നിൽക്കട്ടെ എന്ന ഒരു മത്സരത്തിലേക്ക് പോകുമോ? അങ്ങനെയൊക്കെ ഒരു കൗതുകത്തിന് നമുക്ക് പറയാം. പക്ഷേ സരിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, പാലക്കാടുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് CPM മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. CPMന് അതിൻ്റെ ആവശ്യവുമില്ല. നിലമ്പൂർ പോലൊരു സ്ഥലത്ത് CPMന് ഒരു ആവശ്യമില്ല. അപ്പോൾ CPMൻ്റെതായ സ്ഥാനാർത്ഥി വേണമെങ്കിൽ സ്വരാജിനെ പോലുള്ളവർ തന്നെ വന്നേക്കാനുള്ള സാധ്യതകളും അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ PV അൻവറിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം UDFിനെ എന്നൊരു തീരുമാനത്തിലേക്ക് വരാം. നിലവിൽ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം വെച്ച് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിനൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, അത് നേരത്തെയും ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ, അതിലൊക്കെ ഒരു മാറ്റം അദ്ദേഹം വരുത്തിയിരുന്നു. പക്ഷേ ഇന്ന് തന്ത്രപരമായ പിഴവ് പറ്റിയിട്ടുണ്ട്. വാതിൽ തുറക്കാൻ സാധ്യത ഉടനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാതിലിന് മുന്നിൽ കുറച്ചു കാലം PV അൻവറിന് കഴിയേണ്ടി വരും. 2-3 കാരണങ്ങളുണ്ട്. ഞാൻ ആദ്യമേ പറയാം, PV അൻവറിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ രാജകുമാരൻ എന്നാണ്. എത്രയെത്ര വൈരുദ്ധ്യങ്ങളാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് PV അൻവർ നടത്തുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി പറയുന്നുണ്ട്, ഈ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് ഭയപ്പെടാനൊന്നുമില്ല, അടുത്ത തവണ കൃത്യമായി പിണറായി വിജയൻ അധികാരത്തിലെത്തും എന്ന് പറയുന്നുണ്ട്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് എത്ര പെട്ടെന്നാണ് പ്രതിപക്ഷത്തേക്കുള്ള PV അൻവറിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ആ മാറ്റം തന്നെ നോക്കൂ, എത്രയെത്ര വൈരുദ്ധ്യങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. കർമ്മകുശലതയുള്ള നേതാവാണ്, തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റിംഗ് ബ്രീഡ് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ തന്നെയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഇല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഏറനാട് പോലെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ളൊരു മണ്ഡലത്തിൽ 2011 PK ബഷീറിനെതിരെ CPIയെ പോലും എതിരാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുക, അവിടെ CPMൻ്റെ പിന്തുണയോടുകൂടി വോട്ട് നേടുക, 2ാം സ്ഥാനത്ത് വരിക, അവിടെ CPI സ്ഥാനാർത്ഥിയെ ബഹുദൂരം പിന്നിലാക്കുക. 2700 വോട്ടോ മറ്റോ ആണെന്ന് CPI സ്ഥാനാർത്ഥി നേടുന്നത്. എന്നിട്ട് വയനാട്ടിൽ പോയി ഷാനവാസിനോട് മത്സരിക്കുക. ഷാനവാസിനോട് മത്സരിക്കുമ്പോൾ സത്യൻ മൊകേരി CPI സ്ഥാനാർത്ഥിയാണ്. അവിടെ ഷാനവാസ് വിജയിക്കുമ്പോൾ സത്യൻ മൊകേരി 2ാം സ്ഥാനത്താണെങ്കിലും 37,000 വോട്ടാണ് ഈ PV അൻവർ വയനാട് പോലൊരു മണ്ഡലത്തിൽ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും PV അൻവർ ഒരു പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യ നിലപാടുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ റിയാക്ഷൻസ് എപ്പോഴും ഇമോഷണൽ ആയിരിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇമോഷൻ, പിന്നെ റാഷണാലിറ്റി എന്നുള്ളതാണല്ലോ. ആദ്യം വൈകാരികമായി സംസാരിക്കും, പിന്നീട് യുക്തിഭദ്രമായി സംസാരിക്കും. ഒന്നിലധികം സാഹചര്യങ്ങൾ നമുക്ക് PV അൻവറിൽ എടുത്തു കാണിക്കാൻ പറ്റും. PV അൻവർ യഥാർത്ഥത്തിൽ ഈ LDF സർക്കാരിനെതിരെ അല്ല ആദ്യം രംഗത്ത് വരാൻ തീരുമാനിച്ചത്. അതിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടൊരു വിസിൽ ബ്ലോവർ ആവാനാണ് PV അൻവർ ശ്രമിച്ചത്. അത് KT ജലീലും ശ്രമിച്ചിരുന്നു. KT ജലീലും PV അൻവറും റസാഖ് കാരാട്ടും ഒരേപോലെയാണ് പ്രതികരിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നിർഭാഗ്യവശാൽ KT ജലീലിനേക്കാൾ കാരാട്ട് റസാഖിനും PV അൻവറിനുമുള്ള പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്തായിപ്പോയി. KT ജലീൽ അതിനും അപ്പുറത്തേക്ക് പോലീസിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ
സ്വർണ്ണക്കടത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ലീഡാക്കിക്കൊണ്ട് പി വി അൻവർ പ്രതികരിക്കാൻ ശ്രമിച്ചതാണ് പി വി അൻവറിന് സംഭവിച്ചു പോയ തെറ്റുകളിൽ ഒന്ന്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ആദ്യഘട്ടത്തിൽ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം ശങ്കിച്ചു നിന്നു. കാര്യം സി പി എമ്മിലെ ഒരു നല്ലൊരു വിഭാഗം പി വി അൻവറിൻ്റെ ഫാൻ ബേസ് ഉള്ളവരാണ്. പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചത്? പി വി അൻവർ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് മാറി നേരെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും പി ശശിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പാർട്ടിയിലേക്ക് കടന്നതോടുകൂടി പാർട്ടി അണികളിൽ ഭൂരിപക്ഷവും പി വി അൻവറിനെതിരാവുന്ന അവസ്ഥ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേപോലെ പി വി അൻവർ ഡാമേജ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ പി വി അൻവർ ആലോചിക്കാതെ പറഞ്ഞതാണ്. ഇന്നത്തെ വി എസ് ജോയിയുടെ അഭിപ്രായ പ്രകടനം പോലെ തന്നെ അന്ന് ചന്തക്കുന്നിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ, ആ ചന്തക്കുന്നിലെ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റും അതായിരുന്നു. നമ്മളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി കൊടുത്ത വാർത്തയും അതായിരുന്നു. അന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് മറ്റുള്ള അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പി വി അൻവർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? 2016 ബി ജെ പി 20 സീറ്റ് നേടുമെന്നും 2026 20 സീറ്റ് നേടുമെന്നും 2031 ആകുമ്പോഴേക്കും ബി ജെ പി കേരളത്തിൽ ഭരണം പിടിക്കുമെന്നുമാണ് പി വി അൻവർ പറഞ്ഞത്. അത് സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് പ്രചരിച്ചെന്നറിയാമോ? ഒരു മുസ്ലിം നേതാവ്, ഒരു മുസ്ലിം പ്രതിപക്ഷ നേതാവ് തന്നെ പ്രവചിക്കുന്നു 2031 ബി ജെ പിയുടെ രാഷ്ട്രീയ സാധ്യത. അത് വന്നതോടുകൂടി സി പി എമ്മിലെ ഈ പി വി അൻവറിൻ്റെ ഫാൻസ് അടക്കമുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ഇതെങ്ങനെയാണ് പി വി അൻവറിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെയൊരു പ്രഡിക്ഷൻ നടത്തുന്നത്? അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സി പി എമ്മിൽ ശക്തമാകുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു ആ സമയത്ത്. പിന്നീട് പി വി അൻവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ബ്ലണ്ടറാണെന്നൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അത് യു ഡി എഫിലും എൽ ഡി എഫിലും ഒരേപോലെ ദോഷം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നും അത് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പി വി അൻവറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നുണ്ട്, പ്രഡിക്ഷൻ എന്ന രീതിയിൽ. അത് ബി ജെ പിക്ക് ഒരു സാധ്യത മുന്നിൽ കാണുന്ന ഒന്നല്ലേ? എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് പറയാൻ കഴിയും 2031 ബി ജെ പി അധികാരം പിടിക്കണമെങ്കിൽ എൽ ഡി എഫിലെയോ യു ഡി എഫിലെയോ പ്രബലമായ ഘടകകക്ഷികളെ പിന്തുണ വേണ്ടേ? ആരാ പിന്തുണയ്ക്കാൻ പോകുന്നത്? ബി ജെ പിയെ. പി വി അൻവർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിനാണ് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പി വി അൻവർ നേരത്തെ സ്വീകരിച്ച് ഒരേ സമയം പോലീസിൻ്റെ കാവ്യവൽക്കരണം ഉണ്ടെന്ന് പറയുകയും ആ കാവ്യവൽക്കരണത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത പി വി അൻവർ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സി പി എമ്മിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി. രണ്ടാമത്തെ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നിലപാടായിരുന്നു. ആ സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നിലപാടിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം 5 തവണ നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ എന്നുള്ളതാണോ തെറ്റ്? അത് വലിയ ഡാമേജ് ഉണ്ടാക്കി. മലബാറിലുള്ള സി പി എമ്മിലുള്ള മുഴുവൻ ആളുകളും, പോലീസിലൊരു വിഭാഗത്തോട് വിപ്രതിപത്തി ഉണ്ടെങ്കിലും സി പി എമ്മിൽ അങ്ങനൊരു പ്രശ്നമില്ലെന്ന് അവിടുത്തെ സി പി എമ്മിലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അൻവറിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്ന മലപ്പുറത്തെ സി പി എമ്മിൻ്റെ കേഡറിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അങ്ങനൊരു പരാതിയില്ല. ഒരാളുടെയും നിസ്കാരം അവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും പള്ളിയിൽ പോകുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇത് വ്യക്തമായിട്ടറിയാവുന്ന മലപ്പുറത്തെ പി വി അൻവറിൻ്റെ ഫാൻ ബേസ് ചുരുങ്ങുന്നതാണ് കണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ചന്തക്കുന്നിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആകെ പി വി അൻവറിനോടൊപ്പം ഇറങ്ങിപ്പോയ ഒരേ ഒരു നേതാവ് ആരാ? സുഗു മാത്രമാണ് സി പി എമ്മിൽ ഇറങ്ങിപ്പോയത്. അദ്ദേഹം കരുതിയ മറ്റൊരു നേതാവും കാര്യമായി അവിടെ വലിയ സ്വാധീനമുണ്ടാക്കിയില്ല. അണികളുണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസാണ്. അദ്ദേഹത്തിന് നാട്ടുപ്രമാണിത്വം നിറഞ്ഞൊരു ശൈലി, അദ്ദേഹം എന്തും വെട്ടിത്തുറന്ന് പറയുന്നൊരു ശൈലി, അതിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ആരാധകരെ കുറച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വലിയ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പാണക്കാട് തങ്ങൾ കൊടുത്തില്ലെങ്കിൽ പോലും പി കെ കുഞ്ഞാലിക്കുട്ടി നൽകുമെന്നാണ്. കാരണം ഇത് ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയത്. അന്ന് തൃണമൂൽ കോൺഗ്രസിൽ പോകുന്നതിന് മുമ്പ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്ന കാര്യത്തിൽ. പക്ഷേ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ മനാഫിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുക. 95 അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ഒതായിയിൽപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രതിയായിരുന്നു. എന്നിട്ട് ഒന്നാം സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് പി വി അൻവറിനെ അന്ന് കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിനെതിരെയുള്ള അപ്പീൽ കോടതി കിടക്കുക. അപ്പോൾ ആ വിഷയത്തിൽ ലീഗിലെ ചില ആളുകൾ, പ്രാദേശിക നേതാക്കൾ പാണക്കാട്ടേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോയി മനാഫിൻ്റെ ഈ വിഷയം ഉന്നയിച്ചു. മനാഫിൻ്റെ രക്തത്തിന് വില നൽകേണ്ടി വരും, ആ രക്തം അവിടെ കിടപ്പുണ്ട്. മനാഫിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പി വി അൻവറിനെ ലീഗ് ബന്ധപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിയിലേക്കോ സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വിഷയം അവിടെ കിടക്കുകയാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തേതാണ് വി ഡി സതീശനെതിരെ ഡാമേജ്. അതിന്ന് പരിഹരിച്ചു. അത് വി ഡി സതീശൻ അത് അക്സെപ്റ്റ് ചെയ്തു. കോൺഗ്രസ് യു ഡി എഫിലേക്ക് പി വി അൻവറിന് സ്വാഗതം ചെയ്യാനുള്ളതിൽ ഏറ്റവും തടസ്സമായി നിന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഫാക്ടർ മാറി. പക്ഷേ ഇപ്പോഴും അവിടെ ഫാക്ടർ ഉണ്ട്. നേരത്തെ വി ടി ബൽറാം ഒരു ഫേസ്ബുക്ക് ഇട്ടിരുന്നു അങ്ങ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതിന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ DNA. പക്ഷേ അതിലും അപ്പുറമാണ്. നോക്കൂ, AICC പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ
PV അൻവർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര വലിയ ക്ഷീണമാണെന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല VS ജോയി എന്നൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കേറ്റ് തിരിച്ചടി കൂടിയല്ലേ ഇതൊരർത്ഥത്തിൽ. കാര്യം VS ജോയി ഇനി ഏതെങ്കിലും തരത്തിൽ 2026 സ്ഥാനാർത്ഥിയായി വന്നാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടക്കുകയല്ലേ. PV അൻവർ അല്ലേ പിന്തുണച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്തിന് നീക്കങ്ങൾ എന്താവും. KPCCയിൽ അനാവശ്യമായൊരു ചർച്ചയ്ക്ക് വഴിവന്ന് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ അതൊരു ശൃഗാലതന്ത്രം എന്ന് ഞാൻ പറയും. ഒരു കുറുക്കൻ്റെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താ കാണിച്ചത്? VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ ഈ നിലമ്പൂർ സീറ്റിനെ കുറിച്ച് ഒരു തർക്കമുണ്ടാവുന്നു. ആ തർക്കം നിൽക്കുമ്പോൾ ഒരു കോംപ്രമൈസിങ് സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ PV അൻവറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള വളരെ ദൂരക്കാഴ്ചയുള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ PV അൻവർ പയറ്റിയിരിക്കുന്നത്. അപ്പോൾ VS ജോയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ അടിച്ചോളും. ആ അടിയുടെ ഇടയിൽ ഒരു കോംപ്രമൈസിങ് സ്ഥാനാർത്ഥിയായി PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ UDF അവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ വിരളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരു കാരണവശാലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വർഗ്ഗശത്രു ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ആണ്. പശ്ചിമ ബംഗാളിൽ ഒരു കാരണവശാലും അവിടെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകാതെ പോയത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് മമതാ ബാനർജി? രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് മോശമാണ്, താൻ തന്നെ ഭരിച്ചോളാം എന്ന് കരുതുന്ന ഒരു നേതാവിൻ്റെ ഒരു സംസ്ഥാനത്തിലെ നേതാവിനെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിലെ ഘടകകക്ഷിയാക്കുക? ആ PV അൻവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണോ അംഗീകരിക്കുക, മമതാ ബാനർജിയുടെ നേതൃത്വമാണോ അംഗീകരിക്കുക? ഇന്നത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ PV അൻവർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളിൽ ഒന്നിതാണ്. ദേശീയ തലത്തിൽ മമതാ ബാനർജി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. PV അൻവർ എന്ന മമതാ ബാനർജിയുടെ കേരളത്തിലെ ഘടകത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ കോൺഗ്രസിന് UDFിലേക്ക് എടുക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFിന് അത്ര വേഗം തുറക്കാവുന്ന ഒരു വാതിലല്ല, ഒരു രാഷ്ട്രീയ വാതിലല്ല PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ പറഞ്ഞ കാരണങ്ങളാൽ അദ്ദേഹത്തിന് തൽക്കാലമെങ്കിലും അവിടെ തുടരേണ്ടി വരും. ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താ? കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഏതു വിഭാഗവും കോൺഗ്രസിൻ്റെ പേരിൽ ചെറുഘടകങ്ങൾ ഉണ്ടെങ്കിലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറയുന്നു. നോക്കൂ, സംഘടനാ കോൺഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് പിളർന്നു പോയ പലരും, പാർട്ടിയിൽ നിന്ന് പോയ പലരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർ മറ്റു പാർട്ടികളിൽ പോയ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ശരിയല്ലേ? സംഘടനാ കോൺഗ്രസിൽ നിന്ന് പോയ എല്ലാവരെയും തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. തിരിച്ച് DIC പോകുന്ന സമയത്ത് പോയ എല്ലാവരും, മുരളീധരൻ തിരിച്ചു വന്നെങ്കിലും പോയ എല്ലാവരും തിരിച്ചു വന്നില്ല. മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ആ DIC പിന്നീട് NCP ആയിട്ട് അതിലെ പല നേതാക്കളും മാറുന്നു. BJPയിലേക്ക് ചിലർ പോകുന്നു, ചിലർ CPMലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ നിലവിൽ മറ്റൊരു കോൺഗ്രസ് കൂടി കേരളത്തിൽ ഈ കോൺഗ്രസിൻ്റെ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ, അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ചെയ്യുന്ന ക്ഷീണം ചെറുതല്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അതൊരു വലിയ പ്രഡിക്ഷനാണ് ഒരർത്ഥത്തിൽ. കാര്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു LIGന്റെയും UDFിൻ്റെയും ഒരു നല്ല ചങ്ക് ഇപ്പോഴും PV അൻവറിൻ്റെ അണികളിൽ ബേസ് ആയിട്ടുണ്ട്. പക്ഷേ നേതാക്കളെ ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു 15,000 മുതൽ 20,000 വരെ വോട്ടിൻ്റെ സ്വാധീനം നിലമ്പൂരിൽ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് UDFിൻ്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ PV അൻവറിന് സാധിക്കും. എന്നാൽ 60,000-ഓളം വരുന്ന LDFിൻ്റെ കോട്ടയിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PV അൻവർ അവിടെ മത്സരിക്കില്ല എന്ന് പറയുന്നത് UDFിന് ഗുണകരമാണെങ്കിലും അവിടെ UDFിൻ്റെ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ PV അൻവറിൻ്റെ പാർട്ടിക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിരുപാധികം പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ നിലവിൽ UDFിൻ്റെ അടച്ചിട്ട വാതിലിന് മുന്നിൽ അദ്ദേഹത്തിന് പുറത്തു നിന്നുള്ള പിന്തുണ കൊടുക്കേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത തവണ 2026 ഈ ഉപതെരഞ്ഞെടുപ്പിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കില്ല. UDFിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി മാത്രമായി PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് മാറും. അത് നിലമ്പൂരിൽ ആർക്കാണെങ്കിലും അദ്ദേഹം പിന്തുണ കൊടുക്കുകയും ചെയ്യും ആ അർത്ഥത്തിൽ. കാര്യം അടുത്ത 1.5 വർഷത്തേക്ക്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ വളരെ നിർണായകമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം. 5-6 കേസുകളുണ്ട് കേട്ടോ PV അൻവറിനോടൊപ്പം. UDFിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇനി ആ കേസുകളുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നത് എല്ലാം ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ്. ലാൻഡ് ബോർഡിൻ്റെ ഒരു കേസ് കിടപ്പുണ്ട്, താമരശ്ശേരിയിൽ ലാൻഡ് ബോർഡിൻ്റെ ഒരു കേസ്. 6.47 ഏക്കറോ മറ്റോ അധികമായിട്ട് ഭൂമി കൈവശം വെച്ചു എന്നുള്ള പേരിൽ അന്ന് CPMൻ്റെ ഇടതുപാളയത്തിലായതുകൊണ്ട് ലാൻഡ് ബോർഡ് ചെയർമാനെ വരെ നീക്കി പ്രതിരോധിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ കേസുകളെല്ലാം തിരിച്ചു വരും. കക്കാടംപൊയിൽ കോടതി ഉത്തരവ് അവിടെ കിടക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 3, ഈ മനാഫിൻ്റെ അടക്കമുള്ള കേസുകളിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതേപോലെ 50 ലക്ഷം
ലക്ഷം രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ട കേസുള്ള കേസുകളെല്ലാം ഇങ്ങനെ വിവിധ കേസുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് CPM എന്ന പാർട്ടി കൈകാര്യം ചെയ്യുക എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും സ്വാഭാവികമായും PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിലെ ഭാവി ഇരിക്കുന്നത്. സ്റ്റിൽ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ജോസ് കുറ്റ്യാനിയേക്കാൾ മികച്ച ലീഡറായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിന് ആ വലിയ രീതിയിൽ ഒരു ചലനമുണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ശ്രമിക്കും. അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കമ്മിറ്റഡ് ആണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഈ വിഷയങ്ങൾ തന്നെയാണ് 2016 മുതൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ വിഷയങ്ങളായിട്ട് വിവിധ സബ്മിഷനുകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇടയ്ക്കൊന്ന് മാറിപ്പോയി, അതിൽ നിന്ന് ഇപ്പോൾ തിരികെ വരുന്നു. അദ്ദേഹത്തിൻ്റെ പിഴവുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിഴവുകൾ അദ്ദേഹത്തിന് ദോഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അടച്ചിട്ട UDF വാതിലിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്നതായിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക്. അൻവറിന് UDF വാതിൽ തുറക്കുമോ? തുറക്കാതിരുന്നു കഴിഞ്ഞാൽ UDF ചെയ്യുന്നത് ഒരു വലിയ ഒരു കുറ്റകൃത്യമായി മാറും. കാരണം പാവം അൻവർ ആ UDF എത്താൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇടതുപക്ഷത്ത് നിന്നിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അത്രയേറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യേണ്ടത് UDF-നാണല്ലോ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് UDF-ന്റെ കൺവീനറായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാം പുറത്ത് മാപ്പ് കൊടുത്തു. മാപ്പ് പറയേണ്ട താമസം മാപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വേഗം UDF-ലേക്ക് ക്ഷണിക്കുന്നതിലും ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം PV അൻവർ UDF-ന് ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അത്രയും പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കെ സുധാകരൻ്റെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് UDF-ൽ നിന്നുകൊണ്ട് പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും ഒക്കെ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. ഇത്രയും കാലം 14 വർഷക്കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ UDF-ന് ഉപയോഗപ്പെടുത്താനും സാധിക്കുമല്ലോ. അപ്പോൾ അൻവറിന് വാതിൽ തുറന്നു കൊടുക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തെ ഒക്കെ വലുതായിട്ട് എതിർക്കുന്നുണ്ട് PV അൻവർ. നേരത്തെ ഇതേ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിരുന്നയാളാണ് PV അൻവർ. മാത്രമല്ല സൈബർ ഇടങ്ങളിലൊക്കെ കടന്നൽ രാജയായി നിന്നിരുന്ന PV അൻവറാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലായിടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും അതുപോലെ തന്നെ നേരിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിനായാലും ഒക്കെ ഒരു വീറും വാശിയുമുള്ള ഒരു ഗോ ഗെറ്ററായിട്ടാണ് എനിക്ക് PV അൻവറിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അൻവറിൻ്റെ ആ ക്വാളിറ്റീസ് ഉപയോഗിക്കാൻ കൃത്യമായ ഒരു വഴിയിൽ, കൃത്യമായ ഒരു ദിശയിൽ അൻവറിനെ കൊണ്ടുപോയാൽ മതി. അതിന് UDF-ന് സാധിക്കുമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് ആ രീതിയിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി അൻവറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് UDF-ന് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം PV അൻവർ ശ്രമിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിലൂടെ UDF-ൽ എത്താനാണ്. അല്ലാതെ തൃണമൂൽ കോൺഗ്രസിലൂടെ എന്തായാലും NDA-യിലേക്ക് പോകാൻ പറ്റില്ല. ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി, അപ്പോൾ ഒരിടത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരിടത്ത് ചെന്ന് കയറുക എന്നതാണല്ലോ അതിനകത്ത് യുക്തിപരമായി നമുക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം. അതുകൊണ്ട് UDF വാതിൽ തുറന്നു കൊടുക്കും. ആദ്യമൊക്കെ കുറച്ചൊന്ന് മസിൽ പിടിക്കും. കാരണം അവിടെ നിന്ന് ഇട്ടിട്ട് പോയതാണല്ലോ. KSU മുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSUS-ൽ പ്രവർത്തിച്ചു, യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനൊപ്പം സംഘടനാപരമായി താഴെത്തട്ട് മുതൽ ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു അൻവറാണ് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് പോകുന്നത്, സ്വതന്ത്ര MLA ആയി നിൽക്കുന്നത്. അതിനു മുൻപ് ഏറനാട്ടിലടക്കം വലിയ രീതിയിൽ ചലനമുണ്ടാക്കുന്ന രീതിയിൽ ആദ്യത്തെ പെർഫോമൻസ് തന്നെ ഒരു ആദ്യമായി ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പവർ കാണിച്ച ഒരു നേതാവ് കൂടിയാണ് PV അൻവർ. മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരികയാണ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ ഇടമായിട്ട് തന്നെ കരുതുമായിരിക്കാം UDF എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എങ്ങനെയാണ്, മുസ്ലിം ലീഗ് ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്ന ചോദ്യങ്ങളൊക്കെ വന്നല്ലോ. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, ഈ 2 പേരുകളാണ് ഇതുവരെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ രാജിവെച്ചതിന് ശേഷം MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സായി ഉയർന്നു കേൾക്കുന്നത്. മറ്റാരുടെയും പേര് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി ഇവരെക്കാളും അൻവറിനെ തന്നെ നിർത്തിക്കൂടെ എന്ന ഒരു ചോദ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ അതുണ്ടാവുകയാണെങ്കിൽ അൻവറിന് തന്നെ സ്ഥാനാർത്ഥിയാകാനായുള്ള വഴി തെളിയും. അതുകൊണ്ടാണ് അൻവർ തന്നെ ഈ ഒരു സ്പ്ലിറ്റ്, UDF-നുള്ളിൽ ഈ 2 പേരുണ്ട്, ഒറ്റ പേരല്ല. ആര്യാടൻ ഷൗക്കത്ത് അടുത്തതായി UDF അധികാരത്തിലെത്തുമ്പോൾ 2026 MLA-യും മന്ത്രിയും ഒക്കെ ആകാനായി കിനാവ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥയെഴുത്തുകാരൻ എന്ന് വിളിച്ചതൊക്കെ ഇപ്പോൾ ചർച്ചയിൽ പിൻവലിച്ചിട്ടുണ്ട്. കഥയെഴുത്തുകാരൻ എന്നൊക്കെ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കഥ എഴുതിക്കൊണ്ടിരുന്നാൽ മതി, ഇവിടെ കാര്യം നടത്താൻ ഞാനുണ്ട് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചതാണ് ആദ്യ പരാമർശം എന്നുള്ളത് കേട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ PV അൻവറിനെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മെറിറ്റ് ഉപയോഗപ്പെടുത്താൻ UDF-ഉം കോൺഗ്രസും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കൂ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രസീവാണ്, ക്വൈറ്റ് ഇംപ്രസീവാണ്. കാരണം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവിലേക്കുള്ള PV അൻവറിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ ഇക്കഴിഞ്ഞ 2024 ഏറ്റവും കൂടുതൽ കാണുന്നത്. എല്ലാ വിവാദങ്ങളിലും PV അൻവറിൻ്റെ വാർത്താസമ്മേളനം, PV അൻവർ എടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങനെ എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് ഒരു വാർത്താ വ്യക്തിയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഒരു ടോക്കിംഗ് പോയിന്റ് ആണ് PV അൻവർ. അങ്ങനെ കൂടുതൽ ഫെമിലിയർ ആകാൻ സാധിക്കുന്നു കേരള സമൂഹത്തിനിടയിൽ PV അൻവറിന്. കേവലം ഒരു മണ്ഡലത്തിലെ MLA എന്നതിനപ്പുറം, സോഷ്യൽ മീഡിയ പ്രസൻസ് എന്നതിനപ്പുറം എല്ലാവർക്കും ഇപ്പോൾ PV അൻവറിനെ അറിയാം
ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ എൻ്റെ പാർട്ടിയുടെ കൺവീനറായി കേരളത്തിൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അത് അവരിവിടെ ഉപയോഗിക്കാനല്ല, ബംഗാളിൽ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു നേതാവിന് പോലും വിശ്വാസം മറ്റു പാർട്ടികളെക്കാൾ തൻ്റെ പാർട്ടിയെയാണ്, തൃണമൂൽ കോൺഗ്രസിനെയാണ് എന്നത് മമതാ ബാനർജി കൃത്യമായി അവിടെ ഉപയോഗിക്കും. അത് ബംഗാളിലെ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ, ആ വോട്ട് ബാങ്ക് തന്നിൽ നിന്ന് പോകാതിരിക്കാനായിട്ടുള്ള ഒരു വെപ്പണായി അൻവറിൻ്റെ ഈ കൺവീനർ സ്ഥാനം അത് കൃത്യമായി മമതാ ബാനർജി ഉപയോഗിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് അത് ഒഴിവ് വരുമ്പോഴേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കാം, ഉടനെ ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കും. 2026 ആകും, 26 ഏപ്രിൽ ആകും. അപ്പോൾ ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കാം. അതിനു മുൻപ് തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നതിന് UDF തന്നെ തയ്യാറാകുന്ന ഒരു സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം വിജയസാധ്യതയാണല്ലോ പ്രധാന മാനദണ്ഡം. ഇപ്പോൾ 2 ടേമായി, അതായത് 2016-ലും 2021-ലും കുത്തകയായിരുന്ന UDFന്റെ കുത്തകയായിരുന്ന സീറ്റ് ഇടതുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അൻവർ പോയി എന്നുള്ളത് അവിടെ ബാധിക്കരുത്, തങ്ങളുടെ സീറ്റ് നിലനിർത്തണം. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ്. അൻവർ ഒഴിഞ്ഞാലും അത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് നിലനിർത്താനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതും കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അപ്പോൾ അൻവറിനെ തന്നെ ഇറക്കുക. ആര്യാടൻ ഷൗക്കത്ത് അപ്പോൾ അതിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുക. രണ്ടുപേരും ബദ്ധവൈരികളാണ് എന്നുള്ളത് ഇപ്പോൾ പ്രസ്താവന എത്ര മാറ്റിയാലും ആ വൈരമൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നേതാക്കളുടെ ഇടപെടൽ അതേത് രീതിയിലായിരിക്കും. കേരളത്തിലേക്ക് സന്ദർശനത്തിന് വരുന്നവരിൽ മഹുവ മൊയ്ത്രയുണ്ട്. മഹുവ മൊയ്ത്രയ്ക്ക് കോൺഗ്രസുമായിട്ടായാലും ലീഗ് നേതാക്കളുമായിട്ട് ആയാലും ഒക്കെ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളിലൂടെ അൻവറിനെ കുറച്ചുകൂടി, അതായത് അൻവറിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അൻവറിൻ്റെ ചില പ്രതികരണങ്ങളിന്മേലുള്ള വിയോജിപ്പ് അതൊക്കെ പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് അൻവർ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്നത് കൊണ്ടാണ്. കാരണം ഫോക്കസ്ഡ് ആയിട്ടല്ലായിരുന്നു അൻവറിൻ്റെ ഇങ്ങോട്ട് ഉള്ള ഈ കഴിഞ്ഞ 2024 അൻവറിൻ്റെ ഞാൻ പെർഫോമൻസ് എന്ന് പറഞ്ഞെങ്കിലും അതൊരു ടോക്കിംഗ് പോയിന്റ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ അൻവറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും അൻവർ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടല്ല നീങ്ങിയത്. പലയിടത്തേക്കും ചാടി പോകുന്ന ഒരു അൻവറിനെ കാണുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറയുന്നത് ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ UDF സഹായിച്ചാൽ, UDF ഒപ്പം നിർത്തിയാൽ തൃണമൂലും അൻവറും ചേർന്ന് ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് എത്രത്തോളം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ ബ്ലണ്ടറായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ പോലും BJP ജയിക്കില്ല എന്നൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ അത് നടന്നെങ്കിൽ കേരളത്തിലെ നിയമസഭയിലേക്കും BJP വരുന്ന തെരഞ്ഞെടുപ്പ് 2026 തന്നെ ഉണ്ടാകും. 2031 ആകുമ്പോഴേക്കും ആ സീറ്റെണ്ണം കൂടുകയും ചെയ്യും. അതിനെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അപ്പോഴും ഈ ചർച്ചകളിലൊക്കെ നമ്മളൊക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് അക്കാര്യം അപ്പോൾ ഡിബേറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ ബ്ലണ്ടർ അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. ഇവിടെ മാപ്പ് പറഞ്ഞത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ആ മാപ്പ് VD സതീശൻ സ്വീകരിച്ചിട്ടുമുണ്ട്, പ്രതിപക്ഷ നേതാവ് ആ മാപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഈ 150 കോടിയുടെ അഴിമതി ആരോപണങ്ങൾക്കാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P ശശി പറഞ്ഞാൽ എന്ത് പറയുമോ അൻവർ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അൻവറിനെ ട്രസ്റ്റ് ചെയ്യും? ആരെന്ത് പറഞ്ഞു കൊടുത്താലും അത് അതേപടി വിളിച്ചു പറയുന്ന ഒരു ലൗഡ് സ്പീക്കർ മാത്രമായി അൻവർ ഇനി മാറരുത്. കാരണം അങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത് അൻവർ തന്നെ പറയുന്നതാണ്. ഇനി അൻവർ അത് ചെയ്യരുത്. അൻവറിന് ബോധ്യമുള്ള കാര്യങ്ങളെ അൻവർ ഇനി പറയാവൂ എന്നൊരു കാര്യം അൻവറും ചെയ്യേണ്ടതാണ്. ഇവിടെ നിലമ്പൂരിൽ UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അയാളെ ഞാൻ പിന്തുണയ്ക്കും എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ ഇന്നിപ്പോൾ അൻവർ നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ DNA പരാമർശം. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, നെഹ്റുവിൻ്റെ പേരക്കുട്ടിയെ വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല, എടത്തനാട്ടുകരയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞ ആ വാചകങ്ങൾ അത് രാഹുൽ ഗാന്ധിയും ഒപ്പം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും ഒക്കെ പൂർണ്ണമായും ഈ ഒരു മാപ്പ് പറച്ചിലൂടെ പൂർണ്ണമായും അവരതങ്ങ് മറന്നു കളയാൻ തയ്യാറാകുമോ എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് അത്ര ചെറിയൊരു പരാമർശമല്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഒറ്റ മാപ്പ് കൊണ്ടൊന്നും തീരില്ല, കുറച്ചേറെ മാപ്പ് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒതുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അഷ്റഫ് അലി കാളിയത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ എത്ര പിന്നിലേക്ക് നാണംകെട്ട ഒരു മത്സരാർത്ഥിയാക്കി മാറ്റിക്കൊണ്ടാണ് അൻവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും അൻവർ ആണല്ലോ മുന്നിൽ നിന്നത്. അൻവർ എത്ര വോട്ട് നേടി എന്നുള്ളതും നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അൻവർ അങ്ങനെ ഒറ്റയ്ക്ക് അന്ന് മുതൽ ഞാൻ പറഞ്ഞത് അൻവറിന്റെ താങ്കൾക്ക് പുച്ഛിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ അൻവറിന്റെ പിന്തുണ ഏറനാട്ടുകാരിയല്ലേ ഈ പറയുന്നത്? അതെ, ഏറനാട്ട് CPIMന്റെ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. CPIMന്റെ CPIയുടെ ഒരു വിഭാഗത്തിന്റെ അല്ല CPIയിലെ ഒരു വിഭാഗവും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അഷ്റഫ് അലി കാളിയത്തിന്റെ വോട്ടുകൾ BJPയെക്കാളും കുറവായത്.
BJP-യേക്കാളും കുറവാകുന്ന സ്ഥലത്തിലേക്ക് PK ബഷീർ ജയിക്കുന്ന ഏറനാട്ടെ മത്സരം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അൻവറിനെ കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിലർക്കൊക്കെ അൻവർ ഒരു കോമഡി പീസ് ആയിരിക്കാം, പക്ഷേ അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ അത് അൻവറിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് UDF വേണ്ട രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അധിക്ഷേപ പരാമർശങ്ങൾ, അതുപോലെ തന്നെ ഓവർ റിയാക്ടിങ്, അതൊക്കെ ഒന്ന് അൻവർ കുറച്ചാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ഒരു പക്വതയുള്ള ഒരു നേതാവായി അൻവർ ഇനി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മാപ്പുപറച്ചിലൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. UDF വാതിൽ തുറന്ന് കൊടുക്കേണ്ടതാണ്, UDF കൊടുക്കണം, അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പറഞ്ഞു വന്നപ്പം അദ്ദേഹം ഓവർ റിയാക്ടിങ് കുറയ്ക്കണം, അദ്ദേഹം കൂടുതൽ മെച്യൂർ ആവണം. പിന്നെന്താ പറഞ്ഞത്? അദ്ദേഹം ഇമോഷൻസ് കുറയ്ക്കണം. ഇമോഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. താങ്കൾ ഇമോഷണൽ ആകാതെ താങ്കൾ ഇമോഷണൽ ആകാതെ താങ്കൾക്ക് അൻവർ വരുന്നത് ഇഷ്ടമല്ല എങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റിനെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ. പക്ഷെ അദ്ദേഹം ഈ ഇമോഷണൽ ആയിട്ട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഫോക്കസ് ചെയ്യണമെന്നല്ലേ? അപ്പൊ ഫോക്കസ് ചെയ്യണം. ഒന്ന് അദ്ദേഹം ഫോക്കസ് ചെയ്യണം, അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം നടത്തിയ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഡയറക്ഷനിൽ പോകാൻ സാധിച്ചിട്ടില്ല. അതായത് അദ്ദേഹം എടുത്ത ചോയ്സസ് ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എടുത്തതായിരിക്കാം, ഒരു ഹേസ്റ്റി ആയിട്ടുള്ള ഡിസിഷൻസ് ആകാം. പക്വതയില്ലാത്ത നേതാവെന്ന് ഞാൻ പറഞ്ഞത് അല്ലല്ല, മച്യൂരിറ്റി വേണം, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പക്വത കാട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അൻവറിനെ ഇതാണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം. കുഴപ്പം ഇതാണ് ഞാൻ പറയുന്ന. ഇല്ല, താങ്കൾ ആ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാക്കി തീർക്കാൻ എനിക്ക് യോജിപ്പില്ല. PV അൻവർ എന്ന വ്യക്തിയെ, അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനെ അയാൾ 14 വർഷം ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. ആ വന്നതിന് ശേഷം അയാൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വരട്ടെ എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന പാനലിൽ ഒരാളും ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. PV അൻവർ ഒരു ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റർ ആണ്. അതുകൊണ്ടാണല്ലോ PV അൻവറിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 2026 ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടിയ ഒരു നേതാവാണ്. 24 ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടി, 25 ഇപ്പോൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടിയ ഒരു നേതാവാണ് PV അൻവർ. അക്കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ആ പൊളിറ്റിക്കൽ ഫൈറ്റർ ആയതുകൊണ്ടല്ലേ അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിലപാടുകളിൽ എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നോക്കൂ, പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചൊരു വലിയ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് മാപ്പ് പറയുകയാണ്. അദ്ദേഹം ചെയ്തതെന്താ? നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ കാര്യമായ എവിഡൻസ് ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞൊരു ആരോപണത്തിന്റെ ലൗഡ് സ്പീക്കറായ കാര്യങ്ങൾ പറയുക ചെയ്തത്. CPM അത് ഏറ്റെടുത്തിട്ടില്ല, മറ്റാരും അത് ഏറ്റെടുത്തിട്ടില്ല. മാത്രം വിജിലൻസിന്റെ എനിക്ക് തോന്നുന്നു വിജിലൻസിൽ ഈ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് തള്ളുക ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നോക്കൂ, അദ്ദേഹം ചെയ്തത് അവിടുത്തെ അംഗങ്ങളുടെ പ്രിവിലേജിനെ വയലേറ്റ് ചെയ്യല്ലേ ചെയ്തത്. സത്യമറിയാൻ വേണ്ടിയല്ലേ നിയമസഭകൾ. അവിടെ അപ്പം അദ്ദേഹം ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മറ്റൊരാൾ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞാൽ ഗുരുതരമായൊരു പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു, അത് നല്ലത്. അദ്ദേഹം മാപ്പ് പറയുകയും VD സതീശൻ ആ മാപ്പ് സ്വീകരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. നിയമസഭയിലെ അംഗങ്ങളുടെ ഒരു പ്രിവിലേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന സത്യസന്ധമെന്ന് തനിക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ആ രീതിയിൽ നിയമസഭയിൽ അവഹേളിച്ചില്ലേ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ വളരെ വൈകാരികമാണ്. അദ്ദേഹം പറഞ്ഞത് P. ശശി എഴുതി കൊടുത്ത കാര്യങ്ങൾ വായിച്ചു. അത് അങ്ങനെ അദ്ദേഹം വായിക്കുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി കൊടുത്ത സാധനം വായിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അല്ല, P. ശശി ഇപ്പോൾ അല്പസമയം മുമ്പ് മറ്റൊരു ഡീറ്റെയിൽ ആയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. P. ശശി അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ വീണ്ടും അദ്ദേഹം കേസ് കൊടുക്കാൻ പോകണം. നേരത്തെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോടതി നേരിട്ട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമോഷണലായിട്ട് എടുക്കുന്ന ഹാസ്റ്റ് ഡിസിഷൻ നോക്കൂ. DMK-യിൽ പോയതെന്തിനാണ്? DMK തൃണമൂൽ കോൺഗ്രസിനെയും നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ DMK-യിലേക്ക് പോകാം, മറ്റൊരു സുപ്രഭാതത്തിൽ TMC-യിലേക്ക് പോകാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാവുക? എന്താ ലോജിക്ക്? DMK-യിലേക്ക് പോകേണ്ട ലോജിക്ക് എന്താ? ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും, അവിടെ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന DMK എന്നതായിരുന്നു PV അൻവറിന്റെ ഇക്വേഷൻ. അവിടെ നിന്ന് മാറി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. BJP എതിർക്കുന്നവരാണല്ലോ. DMK ആയാലും തൃണമൂൽ കോൺഗ്രസ് ഒരേ സമയം കോൺഗ്രസിനെയും CPM-നെയും BJP-യും എതിർക്കുന്നു. DMK ഒരേ സമയം BJP മാത്രം എതിർക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും കക്ഷിയാണ് DMK. ഇവിടെ TMC എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും കക്ഷിയല്ല, CPM-ൻ്റെയും കക്ഷിയല്ല, BJP-യുടെ കക്ഷിയല്ല. ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലേ? തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കൊപ്പം ഇല്ലേ? ഇന്ത്യ മുന്നണി നേതാവ് മാറണമെന്നല്ല പറഞ്ഞത്. അതിൽ PV അൻവറിന്റെ നിലപാടെന്താ? നേതാവ് മാറണമെന്ന്, അതായത് അവർ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഇൻകേപ്പബിൾ ആണെന്നുള്ളത് മമതയുടെ മാത്രം അഭിപ്രായമല്ലല്ലോ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളുടെ അഭിപ്രായമല്ലേ? മമതാ ബാനർജിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് PV അൻവറിന്റെ അഭിപ്രായമല്ലേ?
മമതാ ബാനർജി അഭിപ്രായം പറഞ്ഞതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എതിരെ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം മമതാ ബാനർജി ഉറച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധി കേപ്പബിൾ അല്ല എന്ന തീരുമാനത്തിലല്ലേ? അതിൽ തന്നെ അത് മമതാ ബാനർജി മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളുമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നമ്മൾ പറയുന്നത് പി വി എൻവറിന്റെ കാര്യമല്ലേ? അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതെ പി വി എൻവർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ആ DNA പരാമർശം മുതൽ ആ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള കേവലം ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് കാര്യമില്ല. അപ്പം മാപ്പുകൾ പറയണം, താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എല്ലാം ഒന്ന് ശരിയാക്കണം. എല്ലാം ഒന്ന് ശരിയാക്കണം. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് UDF അത് നിലവിൽ അത്ര എളുപ്പമല്ല. പൊളിറ്റിക്കലി ദാറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ UDF തീരുമാനിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ടേക്ക്. കാര്യം അത് അത്ര പൊളിറ്റിക്കൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാക്കുമല്ലോ. ഇടതുപക്ഷം അൻവറിനെ ഭയക്കുന്നുണ്ടോ? താങ്കൾ ഇങ്ങനെ UDF കയറ്റരുതെന്ന് ഇടതുപക്ഷം എന്തിനാ ഭയക്കുന്നത്? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ചലനം ഉണ്ടാക്കത്തില്ലെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന ആ കൊട്ടേഷൻ ഉണ്ടല്ലോ, ബക്കറ്റിലെ ഒരിക്കലും സമുദ്രത്തിൻ്റെ തിര പ്രതീക്ഷിക്കരുത്. അത് ബക്കറ്റിലെ വെള്ളം ബക്കറ്റിലെ വെള്ളവും സമുദ്രത്തിലെ വെള്ളം സമുദ്രത്തിലെ വെള്ളവുമാണ് സുജയ. അൻവറിന് വാതിൽ തുറക്കുമോ എന്നാണ് ചോദ്യം. അൻവറിന് വാതിൽ തുറക്കും എന്ന് 3 പേർ പറയുന്നു. 3 പേർ മാറി തെറ്റി. അതെ. അപ്പൊ 2 പേർ വാതിൽ തുറക്കുമെന്നും 2 പേർ വാതിൽ തുറക്കാനിരുന്ന വാതിൽ ഇങ്ങനെ പകുതി വെച്ചിരിക്കുകയാണ്. വാതിൽ വെച്ചിരിക്കുകയാണ്. നിലപാട് പറ. ഞാൻ പറഞ്ഞല്ലോ തുറക്കില്ല. ഇന്നത്തെ അവസ്ഥയിൽ തുറക്കില്ല. അപ്പൊ 2 ഞാനും സ്മൃതിയും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. വാതിൽ തുറക്കില്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കും. തുറക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിലപാട് പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ 2-2 എന്നതാണ് നിലപാട്. അപ്പോൾ ആ നിലപാടല്ല തെറ്റുണ്ട്, അതുകൊണ്ട് കാണിക്കണമെന്നില്ല. കറക്റ്റ്.